പ്രൈസ് ലോർഡ് ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. യേശുവിന്റെ സ്തോത്രം സ്തോത്രം. ഈ നല്ലൊരു ദിവസവും കൂടെ യേശുവിൻ തന്നെ സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ ഈ വർഷത്തിന്റെ അവസാന ദിവസം കടന്നു വരുന്നല്ലോ. യേശുവിന്റെ ഈ അവസാനത്തെ കിഡ്സ് ആൻഡ് ടീൻസ് ചർച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ നന്ദി പറയുവാനും ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന യേശുവി താങ്ക്സ് ഗിവിംഗ് ആയിട്ട് കൂടെ വന്നിരിക്കുന്ന ഈ ഒരു താങ്ക്സ് ഗിവിംഗ് മീറ്റിംഗിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും ദൈവത്തിന് കരുത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുച്ച. അതുപോലെ തന്നെ ഇന്ന് കൊല്ലയുടെ 4 ടീംസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുച്ച. ഈ ഒരു വർഷക്കാലം ദൈവങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു യേശുച്ച. ദൈവങ്ങളുടെ ഓരോരുത്തരെയും ഈ ഒരു വർഷക്കാലം കാത്തു പരിപാലിച്ചതിനായ ദൈവത്തിന്റെ ദയക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഞങ്ങളെ കാത്തുവരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുച്ച. എക്സൽ മിനിസ്ട്രീസിന് എക്സൽ ടീമിനൊക്കെയും അനുഗ്രഹിക്കണമേ. പ്രത്യേക പാസ്റ്ററുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുച്ച. യാത്രയിലൊക്കെ ആയിരിക്കുന്നുവല്ലോ, കാത്തുവരാളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടുണ്ടായ സ്തോത്രം യേശുനാമേ. പ്രൈസ് ലോർഡ് ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസം നമുക്ക് ഈ കിഡ്സ് ആൻഡ് ടീൻസ് ചർച്ചിൽ താങ്ക്സ് ഗിവിംഗ് മീറ്റിംഗ് ആയിട്ട് കൂടി വരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനിയും കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളല്ലേ പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ അല്ലേ? ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും നമ്മൾ മറക്കുവാൻ വേണ്ടി പാടില്ല. പലയിടങ്ങൾ ഈ ഒരു വർഷക്കാലം, ഈ ഒരു കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിലും ഒക്കെ വെച്ച് ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തു വരാഴ്ചല്ലേ, വരാവുന്ന അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തു വരാഴ്ച. ദൈവം നമ്മുടെ ജീവിതത്തിൽ കുറെ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ? സോ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു ഉപകാരങ്ങളും നമ്മൾ മറക്കരുത്. പ്രത്യേകം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ചക്കാലം കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം എന്നെയും സഹായിച്ചു. ആയിരിക്കുന്നിടങ്ങളിലൊക്കെയും വെച്ച് ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. സ്കൂളിലായിരുന്നപ്പോഴൊക്കെയും പഠിക്കാനുള്ള ബുദ്ധി തന്നു. ആയിരിക്കുന്നിടങ്ങളിലൊക്കെയും വെച്ച് ദൈവം എന്നെ കാത്തു പരിപാലിച്ചു. പ്രത്യേകം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ കിഡ്സ് ആൻഡ് ടീൻസ് ചർച്ചിൽ ലീഡ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനെ സപ്പോർട്ട് ചെയ്തത് പാസ്റ്റങ്ങളാണ്. പാസ്റ്റങ്ങളോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലം ദൈവേ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ബൈബിൾ പോർഷൻസ് അവർ തരികയും അത് വായിച്ചത് മനസ്സിലാക്കി അത് എഴുതി വിടുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതൊക്കെയും എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. 150 വാക്യങ്ങളൊക്കെ പറയുവാനും ദൈവം എന്നെ സഹായിച്ചു. ദൈവ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് എന്റെ മെന്ററായ അനുആന്റി എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തു. പ്രത്യേക ആന്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക ദൈവ ആന്റിയെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എക്സൽ VBSൽ കഴിഞ്ഞ 2025 എക്സൽ VBSൽ ഞങ്ങൾക്ക് ആ ടീമുമായി ജോയിൻ ചെയ്യുവാനും ആക്ഷൻ സോങ്ങുകളൊക്കെ പഠിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളൊക്കെ ഒരുക്കി തന്നു. ഈ വർഷം ഞങ്ങൾക്ക് അത് പലയിടത്തും പോയി പഠിപ്പിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. നെക്സ്റ്റ് ഇയർ 2026 VBSലും ഞങ്ങൾക്ക് പോയി പങ്കെടുക്കുവാനും ദൈവം സഹായിച്ചായിട്ട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതൊക്കെയും ഭംഗിയായി നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രത്യേക അനു പാസ്റ്റങ്ങളോടും അനു ആന്റിയോടും ഒക്കെയുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബിനു പാസ്റ്റങ്ങളോടും ഒക്കെയുള്ള നന്ദി അറിയിക്കുന്നു. അവരൊക്കെയും എന്നെ സപ്പോർട്ട് ചെയ്തു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം അത്ഭുതകരമായി കാത്തു പരിപാലിച്ചു. അനേക പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ വന്നെങ്കിലും പലതും നേരിടുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ദൈവം എന്നെ സഹായിക്കുവാണെങ്കിൽ അടുത്ത വർഷം ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും ദൈവത്തിന് പ്രയോജനപ്പെട്ട ഒരു കുഞ്ഞായി വളരുവാനും തുടർന്നും നിങ്ങൾ എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ച് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ കിഡ്സ് ചർച്ച് ആദ്യമൊക്കെ തുടങ്ങിയപ്പം മനുവേലയാണ് കൊയറൊക്കെ ലീഡ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. രണ്ടുപേരും അനുഗ്രഹിക്കപ്പെട്ട ടീമാണ്. ദൈവം നിങ്ങളെ രണ്ടുപേരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിന്റെ പിന്നാലെ കടന്നു വന്ന ജോവാന ചേച്ചി, അതുപോലെ തന്നെ ലിയോണ, ലിവ്യ, ഏബൽ, അവരൊക്കെ എന്ത് ചെയ്യും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ 4 ടീംസും ഇന്ന് നമ്മോട് കൂടി കിഡ്സ് ആൻഡ് ടീൻ ചർച്ചിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സോ അവർക്കൊക്കെയും പാട്ടുകൾ പാടുവാനും സാക്ഷ്യങ്ങൾ പറയാനും ഉള്ള അവസരമുണ്ട്. സോ ആദ്യം
നമ്മുടെ ഇന്നത്തെ കിഡ്സ് ആൻഡ് ടീൻ ചർച്ചിൽ പാട്ട് പാടുവാനും അതുപോലെ തന്നെ സാക്ഷ്യം പറയുവാനും ഞാൻ മനുഷ്യ മനുവേലയും സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ താങ്ക്സ് ഗിവിംഗ് മീറ്റിംഗ് ആയിട്ട് എനിക്കും മനുവേലയ്ക്കും കടന്നു വരാൻ ദൈവം ഒരുക്കിയ ഭാഗ്യവചനങ്ങൾ സ്തുതിക്കുന്നു. ആദ്യം സാക്ഷ്യം കഴിഞ്ഞിട്ട് പാട്ടിലേക്ക് പോകാമല്ലോ. ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ ദൈവം കാത്തു പരിപാലിച്ച് സൂക്ഷിച്ചു. പ്രത്യേകിച്ചായി ക്രിസ്ത്യൻ ചർച്ചിൽ ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഓരോ സപ്പോർട്ടുകളൊക്കെ ചെയ്ത പ്രിയ അനിൽ സാറിനോടുള്ള നന്ദി തരുണത്തിൽ അറിയിക്കുന്നു. പിന്നെ ഈ ക്രിസ്ത്യൻ ചർച്ചിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഞങ്ങൾക്കായിട്ട് സപ്പോർട്ടിന് ഉണ്ടായിരുന്നതിനാൽ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഈ പ്രാവശ്യത്തെ എക്സൽ ബി ബി എസിൻ്റെ ഈ പ്രാവശ്യത്തെയും കഴിഞ്ഞ വർഷത്തെ എക്സൽ ബി ബി എസിൻ്റെ കഴിഞ്ഞ വർഷത്തിലെ 3 പാട്ടുകൾ എനിക്ക് ചെയ്യാൻ ദൈവം എനിക്ക് അവകാശം ഒരുക്കി. ഈ വർഷം എനിക്ക് 4 ഗാനങ്ങൾ എനിക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്യുവാനും 3 ഗാനങ്ങളിൽ പാടുവാനും എനിക്ക് ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. നമുക്ക് ഒരുമിച്ച് പിന്നെ ഞങ്ങൾക്ക് ഷാരോൻ്റെ ജനറൽ കൺവെൻഷന് 2 ദിവസങ്ങൾ രാവിലെ ആയിട്ട് ഞങ്ങൾക്ക് അടിയന് വായിക്കുവാൻ ദൈവയുടെയൊക്കെയായി ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്കൊരുമിച്ച് കർത്താവിനെ നന്ദി കരയറ്റുവാൻ നമുക്കൊരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാം.
താങ്ക് യു മനുഷ്യൻ മനുവേല. നിങ്ങളെ രണ്ടുപേരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കിഡ്സ് ചർച്ചുകളിലൊക്കെയും ഇവർക്ക് രണ്ടുപേർക്കും ഇവർ രണ്ടുപേരും നമ്മുടെ കിഡ്സ് ചർച്ചിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. അവർക്ക് കൊയറൊക്കെ ലീഡ് ചെയ്യുവാൻ ദൈവം അവർ രണ്ടുപേരെയും സഹായിച്ചു. ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ, ഫാമിലിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ഞാൻ പേര് വിളിക്കുന്നവരൊക്കെയും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയാനുള്ള, ടെസ്റ്റിമണീസ് പറയാനുള്ള അവസരങ്ങളാണ്. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ അവരുടെ പാരന്റ്സിന് സാക്ഷ്യങ്ങൾ പറയാനും അവസരങ്ങളുണ്ട്. സോ ഞാൻ പേര് വിളിക്കുന്നവര് സാക്ഷ്യങ്ങൾ പറയുക. ഫസ്റ്റ് ഇവാന മറിയ ബിനു, സെക്കൻഡ് ഡെബോറ മീരിയം സന്തോഷ്, തേർഡ് നെവിൻ, ഫോർത്ത് ജുവാൻ ജോൺസ്, ഫിഫ്ത്ത് ദർശന ജോയ്. സോ ഈ പേര് പറഞ്ഞവർക്കൊക്കെ ഓരോരുത്തരായി അവരുടെ ടെസ്റ്റിമണീസ് പറയാം. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ ഒരു വർഷക്കാലം ദൈവം എന്നെ അത്ഭുതമായി കാത്തു രക്ഷിച്ചു. ഞാൻ വീട്ടിലായിരുന്നപ്പോഴും ഞാൻ സ്കൂളിലൊക്കെ ആയിരുന്നപ്പോഴും ദൈവം എന്നെ കാത്തു പരിപാലിച്ചു. വരുന്ന ആപത്ത് അനർത്ഥങ്ങളിൽ ദൈവം എന്നെ വിടിച്ചു. രോഗങ്ങൾ ദുഃഖങ്ങളിൽ നിന്നൊക്കെ ദൈവം എന്നെ വിടിവിച്ചു. കിഡ്സ് ചർച്ചിനൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ ദൈവം എനിക്ക് ഇടയാക്കിയതിനെ സ്തോത്രം ചെയ്യുന്നു. കിഡ്സ് ചർച്ചൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. ഞാൻ എന്നും കിഡ്സ് ചർച്ച് അറ്റൻഡ് ചെയ്യാനൊക്കെ ദൈവം എനിക്ക് ഇടയാക്കിയതിനെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. XLVBSന്റെ ആക്ഷൻ സോങ്ങിന് എനിക്ക് പങ്കെടുക്കുവാനൊക്കെ ദൈവം ഇടയാക്കി തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ XMCസിലെ എല്ലാവരും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകാൽ പാസ്റ്റർ അനിൽ പാസ്റ്ററുകളും മെൻഡർ സുജി ആന്റി, അനു ആന്റി ഇവരൊക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് ബുദ്ധി ഞാൻ അറിവൊക്കെ തന്നു ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെ ദൈവമാക്കി തന്നെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം ദൈവം അനുവദിച്ചാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാനും ദൈവം എനിക്ക് ഇടയാക്കട്ടെ. എന്നെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്യം വായിച്ചിരുന്നോളാം. Philippians 4:4. Rejoice in the Lord always. I say it again, rejoice. Thank you. Deborah. Praise the Lord. Psalms 27:1. The Lord is my light and my salvation. Whom shall I fear? The Lord has been gracious to me over the past 1 year. He blessed my family. He blessed my studies. He also guided me to become a legend in diverse season 2. When I felt sick, God healed me. I would like to read one verse. The Lord is my shepherd. I shall not want. Thank you. God bless you all. Praise the Lord, ഈ ഒരു വർഷം ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. എനിക്ക് പഠിക്കാൻ നല്ല ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയിൽ തന്നെ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിന്റെ വചനം വായിക്കാനും പഠിക്കാനും എന്നെ സഹായിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഇനി എന്നെ ഓർത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നന്ദി. Juwan Jones. Good evening, everyone. Want to say about this church. It's been nice. It is been helping me how to follow Jesus and know more about Him. The worships are good and the words are good. Which Anil uncle and other teachers here, and it will also help me in studies and other works. And I pray that it helps others also grow in the Lord. Thanks. Darshana Joy.
പ്രത്യാൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ക്യാമറാസ് ഒന്ന് ഓൺ ആക്കണം. പിന്നെ റീനെയിം ചെയ്യാത്തവരൊക്കെയും അവരവര് റീനെയിം ചെയ്യണം. നിങ്ങളുടെ കുട്ടികളുടെ പേര് തന്നെ അതിനകത്ത് റീനെയിം ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. ക്യാമറ ഓൺ ആക്കാൻ കഴിയുന്നവരൊക്കെയും നിങ്ങളുടെ ഓരോരുത്തരെയും ക്യാമറ ഓൺ ആക്കുക. കാരണം ഇത് റെക്കോർഡിംഗ് ആണ്. സോ ഇത് യൂട്യൂബിൽ വരും. അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ക്യാമറാസ് ഓൺ ആക്കുക. അടുത്ത ദർശന ജോയ്. ഓക്കെ, ദർശന ജോയ് സ്പീക്കർ ഓൺ ആകുന്നില്ലെന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് ജോഹാന ഷാജു ജോൺ. ഓക്കെ, അടുത്ത കിസ്യ ജേക്കബ്. ഇതിനകത്തും സ്തോത്രം ചെയ്യുന്നു. ഈ വർഷകാലം എന്നെ സഹായിച്ചു, ലാഭത്തോടെ കൂടെ അത് സൂക്ഷിച്ചു. കിഡ്സേഴ്സിൽ കടന്നു വരാനും ദൈവത്തെ കൂടുതൽ അറിയാനും എന്നെ സഹായിച്ചു. ഞാൻ എല്ലാവരും എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും എടുത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് പഠിക്കാനുള്ള കൃപയൊക്കെ തരണം. എല്ലാവരും അതോർത്തൂടെ പ്രാർത്ഥിക്കണം പറഞ്ഞ് വിളിക്കുന്നു. അടുത്തതായി പാട്ട് പാടുവാൻ വേണ്ടി ഞാൻ ജോന ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കിഡ്സ് ചേച്ചികളൊക്കെയും ജോന ചേച്ചിയും നമ്മോട് കൂടെ ഉണ്ടായിരുന്നല്ലോ കൊയർ ലീഡ് ചെയ്യുവാൻ. പ്രത്യാൽ ഇപ്പം ഈ തന്നത്തിൽ ഞാൻ ജോന ചേച്ചിയെ കിഡ്സ് ആൻഡ് ടീൻ ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പറയാനുള്ള അവസരം. Over to you. Praise the Lord. I thank the Lord and the Excellent Ministries for giving me this wonderful opportunity to come into His presence and to testify about His love and faithfulness. As the word says in Psalm 34 verse 4, I sought the Lord and He answered me. He delivered me from all my fears. Over the past year, the Lord has been so grateful, so good to me, and He has enabled me to use my talents for His kingdom. And He has opened many doors for me, many opportunities for me to praise His name and to worship and to lead worship, even just for Excel itself. It's been such a blessing to lead worship for all of you and to come into your midst and to praise your name, to lead worship to all of you in different parts of the world. Even for the UPF that we had this year, I had the opportunity to lead worship with the Excel team here, and it was such a blessing to my life to see many people being touched. And Excel Ministries has been such an immense blessing in my life, and today I stand here grateful for all of that the Lord has done for me, and I ask all of you to continue keeping me in my prayers. I will just sing a song. It's called Goodness of God. I love you, Lord, for your mercy never fails me, and all my days I've been held in your hand. From the moment that I wake up until I lay my head, and I will sing of the goodness of God. Of the goodness of God. I love your voice. You have led me through the fire in darkest nights. You are close like no other. I've known you as a father, I've known you as a friend. I have lived in the goodness of God. All my life you have been faithful. Oh, and all my life you have been so,
of the goodness of God, and I will sing of the goodness of God. താങ്ക് യു ജോന ചേച്ചി. ദൈവം ചേച്ചി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ചേച്ചിയുടെ പള്ളിയുടെ ചേച്ചിയും ദൈവം സഹായിച്ചല്ലോ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി സാക്ഷ്യം പറയാൻ പേര് വിളിക്കുന്നവരൊക്കെയും സാക്ഷ്യങ്ങൾ പറയുക. അബിഗേൽ, സെക്കൻഡ് പ്രിസ്ല, തേർഡ് അയോണ, ഫോർത്ത് ജുവാനിറ്റ എൽസ എബി, ഫോർത്ത് ആരോ. അബിഗേൽ, ഓക്കെ ഓക്കെ, അൺമ്യൂട്ട് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തതായി അയോണ. യഹോവയായ ദൈവം സൂര്യന് പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വം നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കിയില്ല. ഈ വർഷം എനിക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും നേരായ പാതയിൽ നടക്കുവാനും ദൈവം ഇടയാക്കിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും അറിവും എല്ലാം ദൈവം തന്നു. ഈ വർഷം എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ദൈവം ഇടയാക്കിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് 2 months മുമ്പേ എനിക്ക് സ്കൂളിൽ വെച്ച് ഞാൻ വീഴുവാനിടയെ. എന്റെ കാലിന് ചില പ്രശ്നങ്ങൾ വന്നു. എന്നാലും ദൈവം അതിൽ നിന്നെല്ലാം എന്നെ പരിപാലിച്ചു, രക്ഷിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ സാറ്റർഡേസിലും കിഡ്സ് ആൻഡ് ടീൻസ് ചർച്ച് എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ വർഷം എക്സൽ ബിബിഎസിന്റെ ആക്ഷൻ സോങ്ങില് എനിക്ക് പങ്കെടുക്കാൻ ദൈവമിടയാക്കി. ആക്ഷൻ ടീമിന്റെ ഭാഗമാകുവാൻ ദൈവമിടയാക്കി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതെന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. എക്സൽ മിനിസ്ട്രി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനിൽ പാർശ്വങ്ങളിലും ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ മെന്ററായിരിക്കുന്ന സ്മിഡി ആന്റി, അനുവേണ്ടി, ഇവരെല്ലാം എന്റെ ജീവിതത്തിൽ എന്നെ എൻകറേജ് ചെയ്തു ദൈവ വഴിയിലേക്ക് നടക്കുവാൻ. അതുകൊണ്ട് ദൈവം ഇവരെ എല്ലാരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ് ഇയറും ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു ഞാൻ ഒരു വാക്യമായി ചെയ്യുന്നോളാം. Jeremiah 29:11. For I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you a hope and a future. അടുത്ത വർഷം എനിക്ക് ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ എല്ലാരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു. ആമേൻ. അടുത്ത ജുവാനിറ്റ. Praise the Lord. I thank God for this opportunity. I want you guys to pray about last week. In ICPF, I have accepted Jesus Christ as my personal savior. Please pray for my spiritual growth. ആരോൺ. പ്രൈസ് ലോർഡ്. എനിക്ക് കിഡ്സ് ചർച്ചിൽ കയറുവാൻ ദൈവം ഇടവരുത്തി. ഈ അടുത്ത് മുതലാണ് ഞാൻ കിഡ്സ് ചർച്ചിൽ കയറി തുടങ്ങിയത്. ഇനി എനിക്ക് കയറാൻ സാധിക്കണം. ഡൈവേർഡിന് ഞാനും വാക്യം പറയുന്നുണ്ട്. എൻ്റെ മെൻറ്റർ ലൈലാൻഡിയാണ്. അപ്പോൾ ലൈലാൻഡി എന്നും വാക്കിയിട്ട് തരാനും എല്ലാത്തിനോർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ എനിക്ക് ഈ 2025 നല്ല ഭാഗങ്ങളും അതോടുകൂടെ നിർഭാഗ്യങ്ങളും കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൈ 2 വട്ടം ഒടിഞ്ഞു. അപ്പോൾ എല്ലാവരും അതിനൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് കുരുത്തക്കേടുകളൊക്കെ മാറ്റാൻ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലായിടത്തും പ്രാർത്ഥിക്കണം. യേശുനാഥനാണ്. ജോഹാന ഷാജു ജോൺ. I would like to say that from the starting of this year to this day, God has protected me and my family from all evil, and He has been faithful to me.
And he also helped me to do well in my academics and to grow spiritually and to maintain a good relationship with God. Even though me and my family had gone through difficult situations, he helped me to overcome it. God's goodness was always there for us, and the Word of God encouraged and enabled to grow spiritually. So I take this opportunity to thank God for everything and all the spiritual leaders for guiding me. And I would like to read a verse from the Bible that helped me in all the hardships of my life. And it's from Philippians 4 verses 13. I can do all things through Christ who strengthens me. And I hope that you all pray for helping me to grow more spiritually in God's presence in the upcoming year. അടുത്തത് അബിഗേൽ ആൻഡ് ക്രിസ്റ്റിയ. Praise Lord. I'm Abigail, and I'm going to share my testimony from as God has written in His Word, from that before you were formed in the womb, I knew you, and before you were formed, I chose you. So from the time I was born, and even before that, God knew me, and He helped me all throughout even this year, from January 1st, 2025 to December until now. He helped me and in every walk of my life, and especially this year started with my tension of the board exams, 10th board exams, but God helped me, and He was faithful, and I scored a 95% in my boards, all by the grace of God. And I give all glory to Him. And even after my 10, there were many ups and downs, but and even in my decision making and all, part of my life, I needed supernatural help from God, and He provided me and gave me strength to endure this whole year and the coming year also. I ask all of your prayers that I may live for the glory of God. I may live according to the word and may be pleasing in His sight. And I'll also be keeping all in my prayers. Thank you. അടുത്തത് വിസ്ല. Yes, Lord, God helped me in my last year's exams, and I scored a very good, very good marks. And he also gave me good marks in my first semester. And I ask you to keep me in my prayers. Keep me in your prayers. Thank you. Okay, next Jeremiah. Praise the Lord. My year has been good. So my year started off with a lot of temptations, and temptations still go on, and like Jesus said, temptations are part of life and it will never go away, even if we accept Christ as my personal savior. So Jesus revealed to me this, and I have chosen to accept him as my personal savior on 18th of December, and have asked God to make me faithful just as he is towards me. And I ask him daily that he continue to make me faithful and devote my life towards him. Thank you. Okay. Next. വേണ്ടി പോവുകയാണ്. ലിയോണിയും അവർക്ക് പാടുവാൻ പറയാൻ അവസരമുണ്ട്. സോ വാറ്റ് യു. Praise the Lord. I like to tell my testimony. Praise the Lord. First of all, I thank the Almighty God for giving this wonderful opportunity and all these years for the way which has helped me in many ways for this wonderful day and time. Thank you, excellent team, from the bottom of my heart. I thank you for every moment you have done for us and everything you have done. And this much years and months with no harm, God kept me safe and my family too. From Excel team, we were able to learn many verses by thy word and thy way. We thank you for everything. I like to read one verse and sing that. Habakkuk 3 verse 2. O Lord, I have heard thy speech. I was afraid. O Lord, revive thy work.
in the midst of the years, in the midst of the years, make known in what remember mercy. Praise the Lord to everyone present over here. First of all, I thank the Almighty God for this wonderful opportunity and the Excel team. These months and years past, God kept me safe and sound. I wouldn't be here if God wasn't with me. Amen. I can't believe this much years went so fast. God helped my family and been with me through the troubles I face. As in the Bible, one verse says, Psalms 91, verse 1 to 2, whoever dwells in the shelter of the Most High will rest in the shadow of Almighty. Now I thank the Excel team for this wonderful Thy Word and Thy Way. Because of them, we learned so many verses throughout these years, throughout the days. They work so hard only for us to teach us the God's path and God's way. I end this testimony, and today there was a VBS conducted by Excel VBS only by Pastor Shibu K. John. And today there was a worship. In between that, I accepted Jesus as my personal Savior. I thank the Lord. Continue to pray for me and my family, and we will pray for you too. So we are going to conduct a worship. Praise the Lord. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ആദ്യമായി നാഥൻ നൽകിടൂ. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ആദ്യമായി നാഥൻ നൽകിടൂ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ കർത്താവേ, നല്ലവേ അവൻ വല്ലവേ. Hallelujah. Wonderful songs, please he forgives all your sins and please all your diseases. As I share it, Psalm 103, verse 2 to 3 says, I have this worship. Thank you. താങ്ക് യു ലിയോൺ ആൻഡ് ലിവ്യ. ദൈവം നിങ്ങളെ രണ്ടുപേരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും കൊയർ ലീഡ് ചെയ്യുവാൻ ദൈവ അവസരങ്ങൾ ഒരുക്കി തരുന്നല്ല. ദൈവം നിങ്ങളെ രണ്ടുപേരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഏഞ്ചൽ എബ്രഹാം ടെസ്റ്റിമണി പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. സങ്കീർത്തനങ്ങൾ 111:11 ഇപ്രകാരം പറയുന്നു: യഹോവഭക്തി
ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. എനിക്ക് ദൈവേഡില് 150 വാക്യം പഠിക്കാൻ ഈ 3ാമത്തെ ലെവലിൽ പങ്കെടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ലെജൻഡ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2026 എന്നെ സംബന്ധിച്ചൊരു അനുഗ്രഹപ്പെട്ട വർഷമായി തീരാൻ ദൈവം അനുവദിക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു. ഓക്കെ, അടുത്തതായി കൂട്ടാരുടെ പേര് വിളിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സാക്ഷ്യം പറയാനുള്ള അവസരങ്ങളുണ്ട്. ചിലരുടെ ഒന്നും പേരില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത്. ഏതെങ്കിലും കൂട്ടുകാർക്ക് സാക്ഷ്യം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് പറയാവുന്നതാണ്. അല്ലെങ്കിൽ പാരന്റ്സിനും പറയാനുള്ള അവസരങ്ങളുണ്ട്. 1-2 മിനിറ്റിൽ പാരന്റ്സിനും സാക്ഷ്യങ്ങൾ പറയാനുള്ള അവസരമുണ്ട്. സോ 2-3 പാരന്റ്സ് ഉണ്ടെങ്കിൽ അവർക്കും സാക്ഷ്യങ്ങൾ പറയാൻ അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ അക്സ ചേച്ചി നമ്മുടെ മധ്യേ ഈ മീറ്റിംഗിലുണ്ട്. സോ ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയുന്നുണ്ടോ? പറഞ്ഞു കഴിയുവാണെങ്കിൽ അടുത്തത് അക്സ ചേച്ചി നമ്മളോട് സംസാരിക്കുന്നതാണ്. സോ ഏതെങ്കിലും കൂട്ടുകാരോ പാരന്റ്സോ ഉണ്ടെങ്കിൽ അവർക്ക് സാക്ഷ്യങ്ങൾ പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ജോഹാൻ റെനി. എന്നെ ദൈവം ഇത്രയും നടത്തി എന്നെ കൈവേടി നടത്തിയതിനായി സ്തോത്രം. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാം സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം. എന്നെയും നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നെ നിങ്ങൾ സൂക്ഷിക്കണം. എല്ലാ സ്തോത്രം. ആമേൻ. ഓക്കെ ജോൻ, വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഷാനിയ. ഇനി ആരെങ്കിലും ഉണ്ടോ? പാരന്റ്സിന് സാക്ഷ്യങ്ങൾ പറയാൻ അവസരമുണ്ട്. ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവം ഒരവസരം നൽകി ദൈവത്തിന് നമ്മളോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷക്കാലം മനുഷ്യന്മാർ പോറ്റി പുലർത്തി ആവശ്യമുള്ളൊക്കെ ദൈവത്തിന് കൂടെ സ്ഥാനത്ത് വഴി നടത്തിയ ദൈവത്തിന് വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കാലം ദൈവം തമ്മിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. ഈ വചനം വായിക്കുവാനും പഠിക്കുവാനും ചർച്ചിൽ അറ്റൻഡ് ചെയ്യുവാനും ഒക്കെ ദൈവം സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മിനിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നാമത്തിൽ നന്ദി അറിയിക്കുന്നു. സമ്പൂർണമായ ദൈവങ്ങളെ സമർപ്പിക്കുന്ന വരും ദിവസം ദൈവനാമത്തിൽ വിലയിരുത്താൻ കുടുംബമായി ഞങ്ങളുടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. എന്നിവ അവസ്ഥ എല്ലാ ദേവദാസന്റെ വീട്ടിലും എല്ലാം സ്നേഹം അറിയിക്കുന്നു. ആന്റി, വേറെ ഏതെങ്കിലും പാരന്റ്സിന്റെ സാക്ഷ്യങ്ങൾ പറയണോ? ഓക്കെ, ഇല്ലെങ്കിൽ അടുത്ത ഞാൻ അക്സ ചേച്ചിയെ ഇൻവൈറ്റ് ചെയ്യുന്നു. ചേച്ചി കുറച്ച് മിനിറ്റുകൾ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം ഏബൽ എബ്രഹാം നമ്മോടൊപ്പം ഉണ്ട്. അവൻ പാട്ട് പാടുകയും സാക്ഷ്യങ്ങൾ പറയുകയും ചെയ്യും. സോ ഓവർ ടു അക്സ ചേച്ചി. പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപരമാകട്ടെ. ഈ എളുപ്പൽക്കാലം നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. താങ്ക്സ് ഗിവിംഗ് മീറ്റിംഗ് ആണ് ഇന്നത്തെ. കഴിഞ്ഞ ഈ ഒരു വർഷം മൊത്തം ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചു. When we look back, it is all God's faithfulness and God's love, അല്ലേ? സോ അത് മാത്രമേ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാനുള്ളൂ. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വിശ്വസ്തത. നിങ്ങൾ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ
ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ നമ്മുടെ കിഡ്സ് ചർച്ചിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ ഇത്രത്തോളം വളർന്നത് കാണുവാൻ റിയലി ബ്ലെസ്ഡ്. വളർന്നത് നിങ്ങൾ സൈസിൽ വളർന്നതിന്റെ കാര്യമല്ല, ബട്ട് ഇൻ സ്പിരിച്വലി ദ വേ യു ഹാവ് ഗ്രോൺ ബിഫോർ ദ ലോർഡ്. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒറ്റ കാര്യം ഈ ദിവസങ്ങളിൽ ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്നു അത്രത്തോളം നിങ്ങൾക്കിപ്പം ജെറമി പറഞ്ഞത് ടെംപ്റ്റേഷൻസ് നമ്മൾ വിട്ടെങ്ങും പോകത്തില്ല. നിങ്ങൾ എത്രത്തോളം ക്രിസ്തുവിൽ വളരാൻ നോക്കണം. ആസ് യു ഗ്രോ ഇൻ ക്രൈസ്റ്റ് ദ ടെംപ്റ്റേഷൻ കംസ് ഇൻ യു. ദ മോർ യു ഗ്രോ ദ മോർ ദ ടെംപ്റ്റേഷൻ. നിങ്ങൾ ക്രിസ്തുവിൽ അധികം വളരുമ്പോൾ ടെംപ്റ്റേഷൻ കുറഞ്ഞല്ല പോകുന്നത്. ദ മോർ യു ഗ്രോ ഇൻ ക്രൈസ്റ്റ് ദ മോർ ദ ടെംപ്റ്റേഷൻ. സോ എപ്പോഴും നിങ്ങളൊരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെംപ്റ്റേഷൻ നിങ്ങളുടെ ഉള്ളിൽ വരുന്നെന്ന് തോന്നുമ്പം ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഇസ് ദെയർ. ടോക്ക് ഇൻ ടങ്സ്. യേശുപ്പിച്ച എനിക്കിതിൽ ബലം തരണം. Try to implement that so that you won't fall into the temptation of that Satan and you will grow more in Christ. അതുകൊണ്ട് നിങ്ങൾ തുറന്നുള്ള 2026 ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തരുവാണെങ്കിൽ the main more important thing is നിങ്ങൾ ഇപ്പം ക്രിസ്തുവിന് വളരുന്നതിനോട്ട് അധികമായി വളരുക. Spend some time before the Lord, doing in prayers. Say before the Lord, say, as you pray more in Christ, spend some time, worship before the Lord. That's more important. Maybe your educations, your all your financial well-beings of your family, everything comes through when you spend time before the Lord. So നിങ്ങൾ അധികമായി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക ബിഫോർ ദ ലോർഡ്. നിങ്ങൾ അധികമായി നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിനോട് അറിയിക്കുക. നിങ്ങൾ ഇനിയും അധികമായി വളരുക ദൈവത്തിന് മുമ്പിൽ. ദാറ്റ്സ് വാട്ട് ചേച്ചിക്ക് പറയാനുള്ളത്. 2025 it's going to end soon. Just be thankful before the Lord in whatever he has done, whatever faithfulness he has done, whatever blessings he has given in your life. Just submit it and say, God, താങ്ക് യു. ഈ തന്ന ബ്ലെസ്സിങ്സിന് വേണ്ടി തിരിച്ച് നമുക്ക് എന്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് മേ ദാറ്റ് ബി ദ ക്വസ്റ്റ്യൻ ആസ് യു എൻ്റർ 2026. ദൈവം നമുക്ക് ആ ഒരു വർഷം ദാനമായി തരുമ്പം നമുക്ക് ദൈവം ഇങ്ങോട്ട് തന്ന ബ്ലെസ്സിങ്സിന് വേണ്ടി തിരിച്ച് നമുക്ക് ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് അധികമായി ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മേ ദ 2026 be a great blessing in your life, in your parents' life, in your whole family life. ഏറ്റവും അനുഗ്രഹമായ വർഷമായി ദൈവം മാറ്റട്ടെ. നിങ്ങൾക്ക് എല്ലാ വിഷസും എല്ലാ ബ്ലെസ്സിങ്സും തന്ന ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്. May the Lord bless you all and may you all grow in Christ more abundantly. താങ്ക് യു അക്സ ചേച്ചി. ദൈവം ചേച്ചിയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി പാട്ട് പാടുവാനും സാക്ഷ്യം പറയുവാനും ഞാൻ ഏബൽ അബ്രഹാമിനെ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു. താങ്ക് യു ചേച്ചി. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് ചർച്ചുമായി ഒരുമിച്ച് അടിയനും ചേരുവാൻ, കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാനും നന്ദി അറിയിക്കുവാനും ഒക്കെ ദൈവം അടിയനും ഒരുക്കിയ വലിയ ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2025 എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വർഷമായിരുന്നു. ദൈവയുടെ 150 വാക്യങ്ങൾ പറയുവാനും അത് കഴിഞ്ഞ് ദൈവയിൽ പ്രവേശിക്കുവാനും ഓരോ ദിവസവും ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യുവാനും അത് എഴുതുവാനും ഒക്കെ കർത്താവ് അടിയനെ സഹായിച്ചു. അത് മുഖാന്തരം കൂടുതൽ കർത്താവിൻ്റെ വചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് അടിയനെ സഹായിച്ചു. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും ഒക്കെ ദൈവം എനിക്ക് ഒരുക്കിയ വലിയ ഭാഗ്യപദവിക്കായൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി പാടുവാനൊക്കെ കർത്താവ് അടിയനെ അനേക അവസരങ്ങൾ ഒരുക്കി തന്നു. സകല മാനവും മഹത്വവും ഒക്കെ കർത്താവിന് അർപ്പിക്കുന്നു. അതുപോലെ ഈ ദൈവയിൽ എനിക്ക് നല്ല മെൻറ്റർമാരെയൊക്കെ കർത്താവ് തന്നു. നിശ്ചയാനിക്കായോ അനുയാനിക്കായോ ഒക്കെ സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളെ അടിയനെയൊക്കെ മെൻറ്റർ ചെയ്യുവാൻ 2 ആൻറ്റിമാരെയും കർത്താവ് സഹായിച്ചു. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഈ അവസരമൊക്കെ ഒരുക്കി തന്ന അനിലങ്കലിനെ ഈ സമയം ഓർക്കുന്നു. ഈ 2026 റോമർ 14:8 പറയുന്നത് പോലെ ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു ഗാനവും കൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം.
കൃപയാൽ കൃപയാൽ എന്നെ കരുതിയ വൻ സ്നേഹമേ, ദയയാൽ നിത്യദയയാൽ എന്നെ നടത്തിയ കാരുണ്യമേ. ഇത്രമേൽ നിന്നെ സ്നേഹിപ്പാൻ, ഓ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ, ഇത്രമേൽ എന്നെ കരുതാൻ, ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ, ഇത്രമേൽ എന്നെ കരുതാൻ. ഒരു യോഗ്യതയും എന്നിലില്ലപ്പനെ, ഒരു ശ്രേഷ്ഠതയും പറയാനില്ലയേ, ഒരു യോഗ്യതയും എന്നിലില്ലപ്പനെ, ഒരു ശ്രേഷ്ഠതയും പറയാനില്ലയേ. കൃപയാൽ കൃപയാൽ എന്നെ കരുതിയ വൻ സ്നേഹമേ, ദയയാൽ നിത്യദയയാൽ എന്നെ നടത്തിയ കാരുണ്യമേ, എന്നെ നടത്തിയ കാരുണ്യമേ. കൂട്ടുകാർ വിട്ടു പോയപ്പോൾ, സ്വന്ത ബന്ധങ്ങൾ അകന്നപ്പോൾ, കൂട്ടുകാർ വിട്ടു പോയപ്പോൾ, സ്വന്ത ബന്ധങ്ങൾ അകന്നപ്പോൾ, എന്നരികിൽ വന്ന് മാറോടണച്ചു, പുതു കൃപകൾ നൽകി എന്നെ ചേർത്തണച്ചോ. എന്നരികിൽ വന്ന് മാറോടണച്ചോ, പുതു കൃപകൾ നൽകി എന്നെ ചേർത്തണച്ചോ. കൃപയാൽ കൃപയാൽ എന്നെ കരുതിയ വൻ സ്നേഹമേ, ദയയാൽ നിത്യദയയാൽ എന്നെ നടത്തിയ കാരുണ്യമേ. കൃപയാൽ കൃപയാൽ എന്നെ കരുതിയ വൻ സ്നേഹമേ, ദയയാൽ നിത്യദയയാൽ എന്നെ നടത്തിയ കാരുണ്യമേ, എന്നെ നടത്തിയ കാരുണ്യമേ, എന്നെ നടത്തിയ കാരുണ്യമേ, എന്നെ നടത്തിയ കാരുണ്യമേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഏബൽ എബ്രഹാം. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മളോട് ടെസ്റ്റിമണി പറയാൻ വേണ്ടി ഞാൻ സിമി എബി ആന്റിയെ സ്വാഗതം ചെയ്യുന്നു. ആന്റി കുറച്ച് മിനിറ്റുകളിൽ നമ്മളോട് ടെസ്റ്റിമണി പറയും. സുനൻ ആന്റിയെ സ്വാഗതം ചെയ്യുന്നു. Praise the Lord. കേക്കാവോ മോളെ? കേൾക്കാം ആന്റി. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞൊരു വർഷക്കാലം കിഡ്സ് ചർച്ചായിട്ടൊക്കെ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു.
പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ഇവിടെ നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയാസ് ഒക്കെ പല രീതിയിൽ ഇപ്പോൾ എന്താ പറയുന്നത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നല്ല കോസിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ കൂടി കൂടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പയറിനൊക്കെ ഇന്ത്യയിൽ ഇരിക്കുന്നു, ഞങ്ങൾ UAE-യിലുണ്ട്, നെവിനൊക്കെ ഫ്രം ആഫ്രിക്ക ദേ ഹാവ് ജോയിൻഡ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന്റെ വചനം കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി. അതിന് വേണ്ടി എക്സൽ മീഡിയ കർത്താവ്, എക്സൽ മിനിസ്ട്രീസിനെ കർത്താവ് ഉപയോഗിച്ചു. അതിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നു, പല കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിച്ചപ്പോൾ ദൈവയുടെ പ്രോജക്റ്റ് അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി തീർന്നെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാക്കി. എസ്പെഷ്യലി ഫോർ മൈ ലൈഫ്, ലൈക്ക് ആസ് എ മെന്റർ, ഞാൻ സീസൺ 2-ലാണ് ജോയിൻ ചെയ്തത്. ദൈവേർഡിന്റെ മെന്ററായിട്ട് ആദ്യം ജോയിൻ ചെയ്തു. അറൌണ്ട് 30 സ്റ്റുഡൻസിലും മേലെ ഡിഫറെന്റ് പാർട്സ് ഓഫ് വേൾഡിൽ നിന്ന് ആൻറ്റിയുടെ കൂടെ ഉണ്ടായിരുന്നു. അറൌണ്ട് എനിക്കൊന്ന് 23 സ്റ്റുഡൻസോളം കൺസിസ്റ്റന്റ് ആയിട്ട് വാക്യം പറഞ്ഞ് 7 ചിൽഡ്രനോളം ലെജൻഡ് ആകുവാൻ കർത്താവ് ഇടയാക്കി. ആ കുഞ്ഞുങ്ങളുടെയൊക്കെ പേരൻസുമായിട്ടും അവരോടും ഒക്കെ പേഴ്സണലി പലരോടും സംസാരിക്കുന്ന സമയത്തൊക്കെ വാട്ട് എവർ ദി ഇഷ്യൂസ് അവർക്ക് അവരുടെ പേരൻസിനോടോ അല്ലെങ്കിൽ ലോക്കലി അവരായിരിക്കുന്ന ആ ഒരു സമൂഹത്തെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, എങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസരത്തില് മെന്റേഴ്സ് ആയിരിക്കുന്ന നമ്മളോട് പല കാര്യങ്ങൾ വിളിച്ച് പറയുവാനും പ്രാർത്ഥിക്കാനും അവരെ ദൈവവഴിയിൽ നടത്താനൊക്കെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിലും ഒരു വലിയ അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ ദൈവയുടെ പ്രോജക്റ്റിലും നമുക്ക് 1 വർഷത്തേക്കുള്ള പോർഷൻസ് ഒക്കെ ക്യൂറേറ്റ് ചെയ്ത് എഴുതി കുഞ്ഞുങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ അക്സ പറഞ്ഞ പോലെ കിഡ്സ് ചർച്ചിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറും. ആ സമയത്തൊക്കെ നമ്മൾ കണ്ട് കുഞ്ഞുങ്ങൾ പല രീതി ഇപ്പൊ സ്പിരിച്വലി അവർ ഗ്രോ ചെയ്യുന്ന അവരുടെ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ ഐ വാസ് ഓൾസോ വെരി ഹാപ്പി. എന്താ, ദൈവത്തെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം പല കുഞ്ഞുങ്ങളെയും ഇടയാക്കി. ചിലർ സ്നാനത്തിലേക്ക് ദിവസങ്ങൾ നടത്തപ്പെട്ടു. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വളരെ സന്തോഷമാണ്. കാരണം ഒരു വല്ലാത്ത ജനറേഷൻ, വല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പോലെ നോഹയുടെ കാലഘട്ടം പോലൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ സമയത്ത് നിങ്ങളൊക്കെ ദൈവവചനത്തിൽ ഉറയ്ക്കുവാൻ, കർത്താവ് എന്ന ക്രിസ്തു എന്ന പാറമേൽ നമ്മളുടെ അടിസ്ഥാനം ഇടുവാൻ തക്കവണ്ണം ഈ കിഡ്സ് ചർച്ച് ഒക്കെ ഇടയാകുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളായറിനൊക്കെ ലീഡ് ചെയ്യുന്ന കാണുമ്പോൾ വി ആർ റിയലി ഹാപ്പി. കാരണം ആ ഒരു ഏജില് ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുന്നല്ലോ. വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവിന് വേണ്ടി അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ടാലൻസ് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവരെയൊക്കെ ഇടയാക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇനി പുതിയൊരു വർഷത്തിലേക്ക് നിങ്ങൾ കിടക്കുമ്പോൾ യുവർ പ്രേയർ ഷുഡ് ബി, കർത്താവെ എനിക്ക് എങ്ങനെ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. ഈ ഒരു ഏജില് വാട്ട് എവർ ഏത് ഫ്രം ദി സ്മോൾ ചൈൽഡ്, ജോസായ കിങ് ആയത് 8 ഇയേഴ്സില്. സോ ഏജ് ഈസ് നോട്ട് എ ബാരിയർ. ഇഫ് യു ആർ അവൈലബിൾ ഫോർ ലോർഡ്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു യൂസ് യു. അപ്പം ആ ഒരു പ്രയറോടുകൂടി കർത്താവെ എന്നെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ വർഷക്കാലം, പുതിയൊരു വർഷക്കാലം പ്രയോജനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. ഇനി നമ്മുടെ മുന്നിൽ another 4 days, നമ്മുടെ വി ആർ ഓൺ ദ 27th. 4 more days are in front of us ഈ വർഷം കഴിയാൻ വേണ്ടി. അപ്പോ ദൈവത്തിന് ഈ ദിവസങ്ങൾ നന്ദി കരയേറ്റുവാൻ, അടുത്തൊരു വർഷക്കാലം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാൻ. ടെംപ്റ്റേഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ജീസസ് ക്രൈസ്റ്റ് സ്നാനപ്പെട്ട് കഴിഞ്ഞ് 40 days ഫാസ്റ്റിംഗ് ആയിട്ട് മരുഭൂമിയിൽ പോയപ്പോഴാണ് പിശാച് ടെംപ്റ്റേഷനുമായിട്ട് ജീസസ് ക്രൈസ്റ്റിന്റെ അടുത്ത് വരെ പോയത്, അല്ലേ? അപ്പൊ വെൻ വി ആർ ഇൻ ദിസ് വേൾഡ്, ടെംപ്റ്റേഷൻ വിൽ ഓൾവേസ് കം ടു യു. ഇറ്റ് ഈസ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൈ ദ വേർഡ് ഓഫ് ഗോഡ് ആണ് നമ്മളത് ഓവർകം ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒരിക്കലും ടെംപ്റ്റേഷൻസ് ഓവർകം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പഠിച്ച വാക്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ദിസ് ആർ ഓൾ ലൈക്ക് വേഴ്സസ് ദാറ്റ് വിൽ ഗിവ് യു ലൈഫ്, അല്ലെ? നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഏത് അവസ്ഥയിലും ചിലപ്പോൾ ആയിരിക്കുമ്പോൾ ഈ വാക്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ ദൈവം അതിനുവേണ്ടി നിങ്ങളെയൊക്കെ ഇടയാക്കട്ടെ. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളായി നിങ്ങളെ ദൈവം വേർതിരിക്കട്ടെ. അതിനുവേണ്ടി എക്സൽ ടീമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് മന്ത് ഓഫ് പ്രെയർ ആയിട്ട് ഈ മാസം പോകുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഈ ദിവസങ്ങളിൽ ധാരാളമായി കുഞ്ഞുങ്ങളെയൊക്കെ ഉപയോഗിക്കും. വി ആർ ബിലീവിങ് ദാറ്റ് ആൻഡ് വി ഡിക്ലെയർ ദാറ്റ്. ദൈവവചനം പറയുന്ന പോലെ നമ്മൾ വചനം എന്താ പറയുക, നിങ്ങളുടെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അതിന്റെ
പ്രവൃത്തി തികച്ച് മടങ്ങി വരും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ഈ ദിവസങ്ങൾ നിങ്ങൾ പഠിച്ച വാക്യങ്ങൾ, നിങ്ങൾ വായിക്കുന്ന ബൈബിൾ പോർഷൻസ് ഒക്കെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇടപെടും എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒക്കെ ഒരുക്കട്ടെ. എനി ടൈം എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ യു ഷുഡ് ഓൾവേസ് കോൺടാക്ട് യുവർ മെൻറ്റേഴ്സിൻ്റെ ആരുടെ അടുത്തെങ്കിലും, അല്ലെങ്കിൽ എനി ഓഫ് എസ്, എൻ്റെ അടുത്ത്, ആൻറ്റി അടുത്തോ അനുവാൻറ്റിയുടെ അടുത്തോ, ഹൂഎവർ യുവർ മെൻറ്റേഴ്സ്, അല്ലെങ്കിൽ വി ആർ ഓൾ അവൈലബിൾ ഫോർ യു. വി ജസ്റ്റ് വോണ്ട് യു ടു സീ ദാറ്റ് യു സ്റ്റാൻഡ് സ്ട്രോങ് ഇൻ ക്രൈസ്റ്റ്. അല്ലെ, ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സത്യത്തിൽ നടക്കുന്നു എന്നല്ലാതെ വി ഡു നോട്ട് ഹാവ് എനിത്തിങ് ടു ബോസ്റ്റ് അപ്പോൾ. അപ്പം നിങ്ങളൊക്കെ ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു സത്യത്തിൽ നിൽക്കുമ്പോൾ ദാറ്റ് ഈസ് അവർ ബിഗസ്റ്റ് അസെറ്റ്. സോ അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഒക്കെ ഇടയാക്കട്ടെ. അതിന് ഇങ്ങനെ ഒരവസരം സ്വർഗത്തിലെ ദൈവം തന്നതിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. താങ്ക് യു ആന്റി. ദൈവം ആന്റിയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത 2-3 മിനിറ്റ് സാക്ഷ്യം പറയുവാൻ ഞാൻ പപ്പയെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. നിങ്ങളോടൊന്നിച്ച് ഈ വൈകാറായ സമയത്ത്, ഈ വർഷത്തിന്റെ അവസാന നിമിഷം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കൃപയാൽ ദൈവം ഇടയാക്കിയ ആ ഭാഗ്യ പദവിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ് ഈ കടന്നുപോയി. ഈ വർഷത്തിന്റെ അവസാനം കാണുവാൻ അനേകർക്ക് കഴിയാതിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈ വർഷത്തിന്റെ അവസാനം കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ ആ പദവി ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് കേൾക്കുവാൻ ഇടയായി അല്ലേ? വളരെ 4 ടീമുകൾ. നമ്മുടെ ഈ കിഡ്സ് ചർച്ചിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ടീമാണ്. പ്രത്യേകിച്ച് മാനസ ആൻഡ് മനുവേല, ജോഹാന, ലിയോണ ആൻഡ് ലിവിയ, ഏബൻ. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയൊക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ എടുത്ത് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. കിഡ്സ് ചർച്ച് അതിനൊരു മുഖാന്തരമായി തീർന്നു. പലപ്പോഴും നമ്മളെ പേരൻസ് തന്നെ കേൾക്കുന്ന പേരൻസ് ഉണ്ട്. പേരൻസിനോട് പറയാനുള്ളത്, നമുക്ക് ലഭിച്ച, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ എക്സൽ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ. എന്നുവെച്ചാൽ VBS മാത്രമല്ല, കുഞ്ഞുങ്ങളെ നേരായ പാതയിൽ നടത്തുന്നതിന് വേണ്ടി കിഡ്സ് ചർച്ച് പോലുള്ള പല കാര്യങ്ങൾ എക്സൽ മിനിസ്ട്രിക്ക്, അത് ദൈവേഡ് പ്രൊജക്ട്, ദൈവേഡിലൂടെ അനേക കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയുവാനിടയായി, കർത്താവിന്റെ സാക്ഷികളായി തീർന്നു. ഇതിൽ കൂടിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും നാളെ കർത്താവിന്റെ അംബാസിഡേഴ്സ് ആണ്, കർത്താവിനെ വഹിക്കേണ്ട കുഞ്ഞുങ്ങളാണ്. ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രകാരം ഒരു ക്രമീകരണം ചെയ്ത എക്സൽ മിനിസ്ട്രിയോടുള്ള നന്ദിയെ ഈ സമയം ഓർക്കുന്നു. പ്രത്യേകിച്ച് അനിൽ പാസ്റ്റങ്ങള്, ബിനു സാറ്, അതുകൂടാതെ എക്സലിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെന്റേഴ്സ് ആയിട്ടുള്ളവർ, പ്രൈസ് ദി ലോർഡ്, അവർക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ കുഞ്ഞുങ്ങളെ നേരായ പാതയിൽ നടത്തുന്നതിന് വേണ്ടി ഒരുക്കുന്ന ഈ അവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. ഇതിനൊക്കെ പ്രതിഫലം കൊടുക്കുന്നത് അവർക്ക് പ്രത്യേക ശമ്പളങ്ങളോ ഒന്നുമില്ല. കർത്താവ് സ്വർഗത്തിലെ ദൈവമാണ് ഇവരെല്ലാം അനുഗ്രഹിക്കുന്നത്. ഇവർക്കെല്ലാം പ്രതിഫലം കൊടുക്കുന്ന സ്വർഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പേരൻസ്, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കിഡ്സ് ചർച്ച്, വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കിഡ്സ് ചർച്ച് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങള് കിഡ്സ് ചർച്ചിന്റെ ഭാഗമാകുമ്പോൾ വളരെ സന്തോഷമാണ്. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരു സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കുക. ഈ ലോകത്തിൽ നമ്മളെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തി, അതൊന്നും അല്ലാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി സാക്ഷികളായി. ഇപ്രകാരം വചനമുണ്ട്, ഞാൻ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രിമാര് പ്രവചിക്കും. ഈ പ്രവചന വരം നമ്മുടെ കുഞ്ഞുങ്ങൾ മേൽ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ ദേശത്തെ ഓർത്ത് പ്രവചിക്കുവാനും, ഹല്ലേലൂയ, ഈ ദേശത്തെ ഓർത്ത് പ്രവചിക്കുവാനും, വരുന്ന കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഉത്തമ സാക്ഷികളായി തീരുവാൻ ഈ ഇടയാകട്ടെ എന്ന് ഞാൻ അവരെ ആശംസിക്കുന്നു. ഈ വർഷം ദൈവം തന്നത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. അടുത്ത വർഷക്കാലം ഈ കിഡ്സ് ചർച്ച് വളരെ അനുഗ്രഹമായി തീരുവാൻ, വലിയ ഒരു അനേക കുഞ്ഞുങ്ങൾ ഇതിലേക്ക് ഭാഗമാക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു പപ്പ. അടുത്തതായി എക്സൽ മിനിസ്ട്രീസിന്റെ ഡയറക്ടർ അനിൽ പാസ്റ്റങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പസമയം നമ്മളോട് സംസാരിക്കുവാൻ ഞാൻ പാസ്റ്റങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു. എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ പല കാര്യങ്ങൾ, പല ടെസ്റ്റ് മണികളൊക്കെ നമ്മൾ കേട്ടു. ഞാനും അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇടുക്കിയിൽ നിന്ന് ഇങ്ങനെ ഓടി, വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡിൽ ഓടിച്ചിട്ടാണ്. കാരണം നിങ്ങളോട്
ഒരു വാക്ക് പറയാൻ വണ്ടിയിൽ ഇരുന്ന് പറയുമ്പോൾ അത്ര സുഖം ഉണ്ടാകത്തില്ല. അപ്പൊ അതിന് ഓടി വന്നു. ഏതായാലും ഇത് കഴിയുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ പറ്റി. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പറയേണ്ടുന്ന കാര്യങ്ങള് അക്സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, ബിനു ബ്രദർ പറഞ്ഞു, നിങ്ങളെല്ലാവരും പറഞ്ഞു. എനിക്കൊരു കാര്യം ഭയങ്കര സന്തോഷമുള്ളത്, നോക്കിക്കേ, നിങ്ങളെല്ലാവരും നമ്മുടെ ഐറിൻ എത്ര മനോഹരമായിട്ടാണ് ഇപ്പൊ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്നത്. മനശ്ശെ എത്ര നന്നായിട്ടാണ് വർഷിപ്പ് ചെയ്യുന്നത്. ഏബൽ എത്ര മനോഹരമായിട്ടാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോന എത്ര മനോഹരമായിട്ടാണ് വർഷിപ്പ് പാട്ടൊക്കെ പാടുന്നത്. അപ്പോ നിങ്ങൾ ഓരോരുത്തരും സാക്ഷിയൊക്കെ പറയുന്നത് എത്ര മനോഹരമായിട്ടാണ്. അപ്പോ ഈ കിഡ്സ് ചർച്ച് വന്നത്, നിങ്ങളൊരു ഭാഗമായത്, വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരാൻ ഇതൊരു കാരണമായി. ദൈവേടും ദൈവയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് മനസ്സിലാക്കുവാനും അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അത് വലിയ ശ്രേഷ്ഠപരമാണ്. നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. 2025 കഴിയാൻ ചില ദിവസങ്ങളുടെ മാത്രമേ ഉള്ളൂ. 2025 നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഐറിൻ ടെസ്റ്റിമണി പറഞ്ഞു, ഞാൻ ഇതെല്ലാം ലീഡ് ചെയ്യാൻ എനിക്ക് പറ്റി, എനിക്ക് എക്സൽ VBSലെ ആക്ഷൻ സോങ്ങില് ചെയ്യാനായിട്ട് പറ്റി, എനിക്ക് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്തതായിട്ട് പറഞ്ഞു. ചില കൂട്ടുകാർ പറഞ്ഞു, എനിക്ക് 150 വാക്യം പഠിക്കാൻ പറ്റി, എനിക്ക് വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റി, ഇങ്ങനെ പല കാര്യങ്ങളും. പക്ഷെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കർത്താവ് എനിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടായേക്കാം. പക്ഷെ ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, 2026 നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു വർഷമായി നിങ്ങൾ മാറണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരല്പം കൂടെ ഒന്ന് വളർന്നു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കണം. എന്നിട്ട് പറയണം, അങ്ങളെ എനിക്ക് ഇച്ചിരൂടെ 2026 വളരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പേഴ്സണലി ഒന്ന് സംസാരിച്ചിട്ട് എവിടെയാണ് നിങ്ങളെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് നിങ്ങളെ അവിടോട്ട് അങ്ങ് പ്ലേസ് ചെയ്യും. കാരണം എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, നിങ്ങളെല്ലാവരും വളരണം, എല്ലാവരും ലീഡേഴ്സ് ആകണം, എല്ലാവരും. ഇത് ശക്തമായിട്ട് നിങ്ങൾക്ക് വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇത് മാറണം. ഇത് ആരുടേതാണ്? ഇത് നിങ്ങളുടേതാണ്. ഇത് നിങ്ങളാണ് ഇതിനെ വളർത്തേണ്ടുന്നത്. അതിന് 2026 നിങ്ങൾക്ക് ആശയങ്ങളുണ്ടെങ്കിൽ പറയണം. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ആശയമുണ്ട്, നമുക്ക് ഇന്നത് ചെയ്താൽ എന്താ, ഇന്നത് പ്രവർത്തിച്ചാൽ എന്താ, പുതിയ ആശയങ്ങൾ വരുന്നൊക്കെ പറഞ്ഞ് 2026 നമുക്ക് ശക്തമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. ദൈവം അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. നമുക്ക് ഈ 2025 ദൈവം നമ്മളെ നിലനിർത്തി, നമ്മളെ സൂക്ഷിച്ചു. ആപത്തിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ ദൈവം നമ്മളെ സൂക്ഷിച്ചു. ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പനിയുണ്ടായിരുന്നു, വീഴ്ച വന്നു. പക്ഷെ അതൊന്നും അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ കർത്താവ് സൂക്ഷിച്ചു. 2026 ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ കർത്താവ് സൂക്ഷിക്കാൻ, കർത്താവ് പരിപാലിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച്, പല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ ജോയിൻ ചെയ്തു. ബോംബെയിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്, US-ൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്, വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്, ഇങ്ങനെ UK-യിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്, അയർലൻഡിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് നമുക്കൊരുമിച്ച് കൂടി വരാൻ ദൈവം നമുക്കൊരു അവസരം നൽകിയല്ലോ. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവിനോട് പറഞ്ഞ, കർത്താവെ എന്നെ ഈ 2025 സൂക്ഷിച്ചതിന് നന്ദി എന്ന് പറഞ്ഞേ. നന്ദി പറഞ്ഞേ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ചില ഒരു 30 സെക്കൻഡ്സ് ദൈവമേ നന്ദി എന്ന് കർത്താപ്പച്ചനോട് പറഞ്ഞേ. എന്നെ സൂക്ഷിച്ചതിന് നന്ദി കർത്താവേ. എനിക്ക് ആരോഗ്യം തന്നതിന് നന്ദി കർത്താവേ. എനിക്ക് വസ്ത്രങ്ങൾ തന്നതിന് നന്ദി കർത്താവേ. എനിക്ക് അവൻ പഠിക്കാനുള്ള ബുദ്ധി തന്നതിനാൽ നന്ദി കർത്താവേ. എനിക്ക് സ്കൂളിലൊക്കെ പോകാനുള്ള സാഹചര്യം ഒരുക്കിയതിനാൽ നന്ദി കർത്താവേ. അവൻ ദൈവം ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ ഇതൊരു താങ്ക്സ് ഗിവിംഗ് മീറ്റിംഗ് ആണ്. ദൈവത്തിന് നന്ദി
നന്ദി പറയാനുള്ള സമയമാണ്. ആമേൻ. കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും കർത്താവ് വീണ്ടെടുത്തു. ആമേൻ. God really protected us. He helped us. Amen. Amen, guarded us. And let us give thanks to the Lord for all the manifold blessing that He showered upon us. Let us praise Him. Let us worship Him. Amen. He is worthy to be praised. He is your Father. God is our heavenly Father. God is our heavenly Father. നമ്മുടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവാണ്, നമ്മുടെ അപ്പനാണ്. ആ അപ്പനോട് ചേർന്ന് നിൽക്കുന്നതിൽ പരം ഭാഗ്യം വേറെ എന്താണ് മക്കളെ? ആമേൻ. ഹല്ലേലൂയ. പിശാച് ആമേൻ, അവൻ ദുഷ്ടനാണ്, അവൻ കള്ളനാണ്, അവൻ കള്ളത്തരം മാത്രമേ പറയത്തുള്ളൂ. അവൻ ആ യഥാർത്ഥ അപ്പന്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയാൻ നോക്കുന്നവനാണ്. എന്നാൽ നമുക്ക് അപ്പനോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുവാൻ സാധിച്ചു. എത്രയോ കുഞ്ഞുങ്ങൾ ആ അപ്പന്റെ സ്നേഹത്തിൽ നിന്നും മാറിപ്പോയപ്പോൾ നമുക്ക് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, വാക്യങ്ങൾ പഠിക്കാൻ, പാട്ടുകൾ പാടാൻ ദൈവം എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാകും. ആമൻ. ഒന്ന് ആദരം തുറന്ന് ദൈവത്തിന്റെ ഒരു മഹത്വം കരയിട്ടിക്കേ. ആമൻ. അടുത്ത വർഷങ്ങൾ വരുമ്പോ ആമൻ, ഈ ഇവാനെയാണ് പറഞ്ഞത്. ആമൻ, ഞാൻ എല്ലാ കിഡ്സ് ചർച്ചിലും എനിക്ക് പങ്കെടുക്കാൻ യേശുപ്പച്ചൻ എന്നെ സഹായിച്ചു. അടുത്ത വർഷം 26 കർത്താപ്പച്ചനോട് പറയാം, കർത്താവേ എല്ലാ കിഡ്സ് ചർച്ചിലും പങ്കെടുക്കാൻ, ചുമ്മാതല്ല നന്നായിട്ട് പങ്കെടുക്കാൻ, വീഡിയോ ഓണാക്കി പങ്കെടുക്കാൻ, ഉഴപ്പാനല്ല കർത്താവേ, യേശുവിനെ സ്നേഹിച്ച് ജീവിക്കാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചില കുഞ്ഞുങ്ങള് ഇന്ന് സാക്ഷ്യം പറയാത്തവരായിട്ടുണ്ട്. ചിലപ്പോ വീട്ടിലെ സാഹചര്യം കൊണ്ടായിരിക്കാം. എന്തുവായിക്കോട്ടെ, നിങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഐ എം ഗോയിങ് ടു ബ്ലസ് യു. ഞാൻ നിങ്ങളെ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യാൻ വേണ്ടി പോവാണ്. 2026 നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വർഷമാക്കി ദൈവം തീർക്കട്ടെ. നിങ്ങൾക്ക് പുതിയ തലങ്ങളിലേക്ക് ഉയർന്നു വരാൻ കർത്താവ് നിങ്ങൾക്ക് അവസരം തരട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കിഡ്സ് ആൻഡ് ടീൻ ചർച്ചിൽ പങ്കെടുക്കുന്ന സകല കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ ദിവസം ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ വരാൻ, നന്ദി പറയാൻ തരുന്ന അവസരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പുതിയൊരു വർഷം തരുമ്പോൾ കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ചിലത് ചെയ്യാൻ, പ്രവർത്തിക്കാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ. ഞങ്ങൾക്ക് ആരോഗ്യം, ബലം, കഴിവുകൾ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണമേ. എല്ലാവരെയും പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ലീഡ് ചെയ്യുന്ന അയർനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ റെഗുലറായിട്ട് ഞങ്ങളെ ഈ വർഷിപ്പിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ മാതാപിതാക്കളെ ഓർക്കുന്നു, അവരുടെ സഭയെ ഞങ്ങൾ ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ. മുഴുവഹത്വം അങ്ങേക്ക് മാത്രം, യേശുവിൻ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ഐരൻ, മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്നാൽ ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട്, നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോട്, നമ്മുടെ കിഡ്സ് ആൻഡ് ടീൻ ചർച്ചിനോട്, നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളോടും, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. സീ യു നെക്സ്റ്റ് ഇയർ. മേ ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.